ഇബ്രാഹിം സുലൈമാൻ സേട്ട് അദ്ദേഹം അന്ന് പാർലമെന്റ് മെമ്പറാണ്. അവിടെ പാർലമെന്റ് മെമ്പർ എന്ന രീതിയിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ നദ്വി സാഹിബ് ചുമതലപ്പെടുത്തിയത് പ്രകാരം അദ്ദേഹം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറാ. അദ്ദേഹം കോഴിക്കോട്ട് വന്ന വെള്ളിമാട് കുന്നിൽ ശൈഖുന ശംസുലമയുടെ വീട്ടിൽ ചെന്നു. ശംസുലമയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ശംസുലമയോട് പറഞ്ഞു, പേഴ്സണൽ ലോ ബോർഡ് അധ്യക്ഷൻ പറഞ്ഞയച്ചതാണ്. നിങ്ങളുടെ പിന്തുണയില്ലാതെ, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പിന്തുണയില്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരം അറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമത്വയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടന. സമത്വയുടെ പിൻബലം വേണം. അഭ്യർത്ഥിച്ചു. സമത്വം എന്തു ചെയ്യണം? ജനറൽ സെക്രട്ടറി തീരുമാനിച്ചു, ഇത് മുസ്ലിങ്ങളുടെ പൊതു പ്രശ്നമാണ്. ഇന്ത്യയിലെ മുസൽമാന്റെ ശരീഅത്ത് സംരക്ഷിക്കുന്ന ഘട്ടം നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. മുതലക്കുളത്ത് മഹാസമ്മേളനം നടന്നു. സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ആദ്യമായി വന്നുകൊണ്ട് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ മരണപ്പെട്ട ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ആ യോഗം സത്യത്തിൽ ഒരു സുന്നിമയമായിരുന്നു. ശൈഖുന ശംസുലമ ചെയ്ത പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തവർ ഇവിടെ ഒക്കെ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു, ഈ സ്റ്റേജിൽ മദ്ഹബിനെ അംഗീകരിക്കാത്ത ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. മദ്ഹബ് അംഗീകരിക്കാത്തവർ, ആ മദ്ഹബ് അംഗീകരിക്കാത്തവർ പോലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മദ്ഹബ് അനുസരിച്ചുള്ള ശരീഅത്തിന്റെ സംരക്ഷണത്തിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞങ്ങൾ ഒന്നാണ്. പരസ്യമായി ശൈഖുന പ്രസംഗിച്ചു, മദ്ഹബിന്റെ ശരീഅത്ത് സംരക്ഷിക്കാൻ ഞങ്ങൾ ഒന്നാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗമാണ്. വേറെ ചിലർ അത് പ്രചരിപ്പിച്ചു. ശൈഖുനയുടെ ആദർശം ചോർന്നുപോയി. അദ്ദേഹം മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ കൂടെ ഇരുന്നു. എന്ത് ആദർശമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം പഠിപ്പിച്ചത് പോലും തിരിച്ചെടുത്തു കൊള്ളട്ടെ എന്ന് പ്രസംഗിച്ച വലിയ ആളുകളുണ്ടായി. നിങ്ങൾ ഗൗരവത്തോടെ ഓർക്കണം. എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ മറുപടി, സമത്വക്കൊരു തീരുമാനമുണ്ടായിരുന്നു. സമത്വയുടെ തീരുമാനം എന്ന് പറയുന്നത് ഡൽഹിയിൽ പോയി തീരുമാനം അങ്ങോട്ട് അറിയിക്കലായിരുന്നു. ഉത്തരവാദപ്പെട്ടവരെ കണ്ട് നിവേദനം കൊടുക്കലായിരുന്നു. അതുകൊണ്ട് ഇവിടെ കൂടലല്ല, നമ്മൾ വേറിട്ട് അവിടെ ചെന്ന് അറിയിക്കലാണ് ശരിയെന്ന് അവർ വാദിച്ചു. അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ അന്ന് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രവർത്തകർക്ക് അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. മുഷാവറ തീരുമാനമെടുത്തിട്ട് ഡൽഹിയിൽ പോയി ഈ വികാരം അറിയിക്കാൻ. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, നാട്ടിക മൂസ മൗലവി എന്നത് പരസ്യമായി പ്രസംഗിച്ചിരുന്നു. നമ്മൾ ഒരു തോട്ടം നനക്കുന്നതിന് വേണ്ടി ഒരു ബക്കറ്റും കയറും കൊടുത്ത് നാളെ നീ തോട്ടം മുക്കി നനക്കണം എന്ന് ഒരാളെ ചുമതലപ്പെടുത്തി. അയാൾ നാളെ രാവിലെ മുതൽ ആ കൂലിപ്പണി തുടങ്ങും. തോട്ടം നനക്കാൻ ബക്കറ്റും എടുത്ത് അയാൾ പോകും. ആ സമയത്ത് തലേ രാത്രി നല്ല ഒരു മഴ പെയ്തു. ആ മഴ പെയ്യുമ്പോൾ ആ മഴ കൊണ്ട് നനഞ്ഞാൽ പോരെ, പിറ്റേന്ന് അവൻ ബക്കറ്റ് എടുത്ത് നനക്കണോ? ബഹുമാനപ്പെട്ട ശൈഖുന ചോദിച്ചു. നിങ്ങൾ ഓർത്തു നോക്കണം, ഡൽഹിയിൽ നിന്നും പേഴ്സണൽ ലോ ബോർഡ് പടപ്പുറപ്പാട് ഇങ്ങോട്ട് നടത്തുമ്പോൾ, ഒരു വലിയ മുസ്ലിം മൂവ്മെന്റ് ഇവിടെ നടക്കുമ്പോൾ, പെരുമഴ പോലെ മുസ്ലിങ്ങളുടെ വികാരം അറിയിക്കാൻ ഒരു കൂട്ടർ വരുമ്പോൾ നമ്മൾ അതിന്റെ നേതൃനിരയിൽ ഉണ്ടായാൽ പോരെ? ഒറ്റപ്പെട്ട് പിന്നെ ഡൽഹിയിലേക്ക് അങ്ങോട്ട് പോകണോ? ആ വികാരം ശരിയാണോ? മുസ്ലിം സമൂഹം പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണ്ടേ? ഭരണഘടന എടുത്തു ധരിച്ചുകൊണ്ട് ശൈഖുന ശംസുലമ പറഞ്ഞു, സമത്വയുടെ ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. ആ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം എന്നാണ്. സാമുദായികം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, മതപരം എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമുദായികം എന്ന് പറയുന്നു. എന്താ ഈ സാമുദായികം? സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നം, അതിലെല്ലാവരെയും ഒരുമിച്ച് നിർത്തണം. പിന്നെ നിന്നില്ലേ? എയർപോർട്ട് മാർച്ച് നടത്തിയപ്പോൾ ബാബരി പള്ളിക്ക് വേണ്ടി നിന്നില്ലേ? ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രതിഷേധത്തിന് ഒന്നിച്ചു നിന്നില്ലേ? +2 അനുവദിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അവഗണിച്ചപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നില്ലേ? പാഠപുസ്തക പ്രശ്നത്തിൽ ഒന്നിച്ചു നിന്നു. പിന്നെ പാലം വലിച്ചെങ്കിലും ആദ്യം ഒന്നിച്ചു നിന്നില്ലേ? ഗവൺമെന്റ് പേടിപ്പിച്ചപ്പോൾ പാലം വലിച്ചെങ്കിലും ഓർത്തു നോക്കണം. നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും പിന്നെ അവർ ഒരുമിച്ച് വന്നു. സമത്വക്കെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചോ അതവർ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പന്ഥാവിനെ നിഷേധിച്ചുകൊണ്ട് പരസ്യ പ്രചരണം നടത്തി. അവസാനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കൂടുന്നതിന് വേണ്ടി കോടതിയിൽ വക്കീൽ മുഖേന വാദിച്ച് സമത്വയുടെ പ്രവർത്തനം ശരിയാണെന്ന് റെക്കോർഡ് കൊടുത്തു. റെക്കോർഡ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ സെക്രട്ടറിയെ ഈ പ്രവർത്തനം ഏൽപ്പിക്കരുത്, ഒരു റിസീവറെ ഏൽപ്പിക്കണം. റിസീവർ ഏൽപ്പിക്കണം. സമത്വയുടെ പ്രവർത്തനം റിസീവർ. ആരാ റിസീവർ? റിസീവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസീൽദാർ. ഉദാഹരണമായി നമ്മുടെ നാട്ടില് ഒരു നാരായണൻകുട്ടി നായരാണ് വില്ലേജ് ഓഫീസറെങ്കിൽ സമത്വയുടെ പ്രവർത്തനം അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അതാണ് റിസീവർ. കോടതി പറഞ്ഞു, സമത്വ ഒരു സാമ്പത്തിക സംഘടനയല്ല, ഏൽപ്പിക്കാൻ പറ്റില്ല. സമത്വയുടെ പ്രവർത്തനം ഭദ്രമാണ്. ആ സ്റ്റേ തള്ളിയപ്പോൾ വീണ്ടും അപേക്ഷ കൊടുത്തു. 3 തവണ അപേക്ഷ കൊടുത്ത് 3ഉം തള്ളി. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, പടച്ച റബ്ബിന്റെ തൗഫീഖോട് കൂടി ഇന്ന് വരെ സമത്വക്കെതിരെ കൊടുത്ത കേസ് ഇത്ര വലിയ പണമുണ്ടായിട്ടും ഒന്ന് പോലും വിജയിച്ചിട്ടില്ല എന്ന സത്യം നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം. ഒരു കേസ് പോലും ജയിച്ചിട്ടില്ലല്ലോ. സമത്വക്കെതിരെ കൊടുത്ത ഒരു കേസ് പോലും ജയിച്ചിട്ടില്ല. മാത്രമല്ല, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്റ്റേ നീക്കം ചെയ്തപ്പോൾ മഹാന്മാരായ ഉസ്താദുമാർ അപ്പോഴേക്കും ഡിസംബർ കഴിഞ്ഞ് ജനുവരിയായി. 989 ജനുവരി 16 മുഷാവറ കൂടി. ആ മുഷാവറയിൽ വെച്ച് തീരുമാനിച്ചു, എറണാകുളം സമ്മേളനത്തിന് പോകാൻ പാടില്ല, സമ്മേളനം നടത്താൻ പാടില്ല. മധ്യമേഖല നിർത്തി, SOS നിർത്തിയില്ല. അവർ ധിക്കരിച്ചുകൊണ്ട് സമ്മേളനം നടത്തി. സമ്മേളനം നടത്തിയപ്പോൾ ഫെബ്രുവരി 18 89 ഫെബ്രുവരി 18 സമത്വ മുഷാവറ കൂടി.
മുഷാവറ കൂടിയിട്ട് KT മാൻ മുസ്ലിയാർ അവതാരകനും ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദഹുമാ, ആ രണ്ട് മഹത്തുക്കൾ അനുവാദകനും അവതാരകനുമായി പ്രമേയം കൊണ്ടുവന്നു. കഴിഞ്ഞ യോഗ തീരുമാനമാണ് എറണാകുളം സമ്മേളനം നടത്താൻ പാടില്ല, നടന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ 6 മെമ്പർമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ 6 പേരുടെ പേരിങ്ങനെ വായിച്ചു. ആ 6 പേരുടെ പേര് വായിച്ചിട്ട് 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സംഘടനയിലെ പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് നിലവിൽ വഹിക്കുന്ന മുഷാവറ അംഗത്വം അടക്കമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുന്നു. 6 പേരെ സമത്വം നീക്കി, പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ട് നീക്കി. എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ അവസരം കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തീരുമാനത്തിൽ സമത്വക്ക് സംഘടനാപരമായി പഴച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ, സമത്വക്ക് സംഘടനാപരമായി പഴിച്ചോ? 2 സമ്മേളനം നടത്തേണ്ട സാഹചര്യം മനസ്സിലായല്ലോ, രാഷ്ട്രീയം കളിച്ചത് മനസ്സിലായല്ലോ. 988 നവംബർ 12 കോഴിക്കോട്ട് യോഗം വിളിച്ച് ഒന്നാക്കാൻ ശ്രമിച്ചു, സ്വാഗത സംഘം വിളിച്ചു. 989 നവംബർ 19 88 നവംബർ 19 ആ യോഗം കലക്കി, പോലീസ് വന്നു. 88 ഡിസംബർ 1 മുഷാവറ വിളിച്ചു, അത് സ്റ്റേ ചെയ്തു. സ്റ്റേ നീക്കിയിട്ട് ജനുവരി 16 മുഷാവറ കൂടി പോകരുതെന്ന് തീരുമാനിച്ചു. പോയപ്പോൾ ഫെബ്രുവരി 18 പുറത്താക്കി. ഈ 5 തീരുമാനം സംഘടനാപരമല്ലേ? എന്താണ് ഇതിന് കുഴപ്പമുള്ളത്? ഇനി മതപരമായി നോക്കൂ നിങ്ങൾ. മതപരമായി പോലും ഓരോ വിഷയത്തിന് മാനദണ്ഡമുണ്ടല്ലോ. വിവാഹം കഴിച്ചാൽ ഒത്തുപോകുന്നില്ലെങ്കിൽ പിരിയും. എന്താ മാനദണ്ഡം? ആദ്യമായി അങ്ങ് പിരിയലല്ലോ, അതിന്റെ നടപടിക്രമങ്ങൾ ഓരോന്ന് പാലിക്കും. ഭാഗ്യവശാൽ അതും ഇതും ഒരുപോലെ തന്നെ വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅഇദൂഹുന്ന, ഉപദേശിക്കണം. പിന്നെ വഹ്ജുറൂഹുന്ന ഫിൽ മദാജി, കിടപ്പറയിൽ വടിയണം. പിന്നെ വദരിബൂഹുന്ന, അടിക്കണം. പിന്നെ 2 കുടുംബത്തിലെ പ്രതിനിധികൾ വന്ന് ചർച്ച ചെയ്യണം, കൗൺസിലിംഗ്. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ 1 തൊലാക്ക് ചെല്ലണം. ഇതേ സമത്വ ചെയ്തുള്ളൂ, 1 തൊലാക്കല്ലി പുറത്തിരുത്തി, അത്രയേ ഉള്ളൂ. ഇതിനെന്താ സമത്വക്ക് തെറ്റ്? സംഘടനാപരമായി തെറ്റില്ല, മതപരമായി തെറ്റില്ല, പിന്നെ എവിടെയാ? ഇനി ഉറുഫ് എന്താ? നാട്ടു നടപ്പ്. ഒരു മദ്രസയിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികളിൽ 6 പേര് ഗുരുത്തക്കേട് കാണിച്ചു, ഉസ്താദ് പുറത്താക്കി. ആ കുട്ടികൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഉസ്താദിനോട് മാപ്പ് പറയണം, തെറ്റ് ഗുരുതരമാണെങ്കിൽ വാപ്പാനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കയറണം. 6 പേര് പുറത്തു നിൽക്കുമ്പോൾ നമ്മൾ 6 ആളുണ്ടല്ലോ, മുറ്റം കുറച്ച് വിശാലമാണ്, നമ്മുടെ ഒരു കുറ്റിപ്പുര വെച്ച് കെട്ടി പുതിയ മദ്രസ ഉണ്ടാക്കി പ്രിൻസിപ്പൾ ആകാം. ഈ കളി പറ്റുമോ? അതാ ഇവർ ചെയ്തത്. നേരെ കോഴിക്കോട് നഗരത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോനെ കണ്ടു. മേനോനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സമത്വം വേണം. മേനോൻ ഭരണഘടന ചോദിച്ചു, ഭരണഘടന കൊടുത്തു. ഭരണഘടനയിൽ ഉല്ലേഖിതമാണ് മിനിമം കോറം 10 മുഷാവറ മെമ്പർമാർ വേണം. മേനോൻ പറഞ്ഞു നടക്കൂല, നിങ്ങൾ വേറൊരു സംഘടന രൂപീകരിച്ചോ. അവർ ഉടനെ തന്നെ 40 അംഗത്തെ തട്ടിക്കുട്ടി മുഷാവറ ഉണ്ടാക്കി. ആ മുഷാവറ ഉണ്ടാക്കി അതിന്റെ ഒരു രേഖ കൊടുത്തു, അതിന്റെ റിട്ടേൺ കൊടുത്തു. ആ റിട്ടേൺ കൊടുത്തപ്പോൾ രജിസ്ട്രാർ അത് സ്വീകരിച്ച് രജിസ്ട്രാർ അത് ഫയലിൽ വെച്ചു. എന്നാൽ സമത്വയുടെ ഔദ്യോഗിക രേഖ സമയത്ത് ശംസുലമ കൊടുത്തു. 2 എണ്ണം വന്നപ്പോൾ രജിസ്ട്രാർ പരിശോധിച്ചു. രജിസ്ട്രാർ അവരുടേത് തള്ളി, നമ്മുടേത് സ്വീകരിച്ചു. രജിസ്ട്രാർ അതിന് ന്യായം പറഞ്ഞു. 957 മുതൽ ഇത് സമർപ്പിക്കുന്നത് EK അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെത് സ്വീകരിക്കുന്നു, മറ്റേത് തള്ളുന്നു. ഇവർ ഹൈക്കോടതിയിൽ പോയി. ആദ്യം അവർക്ക് അനുകൂല വിധി കിട്ടി, പക്ഷേ ഡിവിഷൻ ബെഞ്ച് നമുക്ക് അനുകൂലമായി വിധിച്ചു. സുപ്രീം കോടതി ശരിവെച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഈ സംഘടന നിങ്ങളുടേതാണെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ആൻഡ് കോമ്പിറ്റന്റ് കോർട്ട്, എവിടെയെങ്കിലും കോർട്ട് പോകാം, ഏതെങ്കിലും കോമ്പിറ്റന്റ് കോർട്ട് പോയിട്ട് വാദിച്ചോ. ഒരു കോർട്ടിൽ പോയി വാദിച്ച് നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാം. ഇന്ന് വരെ അവർ പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരിങ്ങനെ സമത്ത എന്ന പേര് പറഞ്ഞു നടക്കുമ്പോൾ ഷെയ്ഖുനായോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരിങ്ങനെ ഈ പേര് പറഞ്ഞു നടക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? അന്ന് ഷെയ്ഖുന അതിന് പറഞ്ഞു തന്നൊരു മറുപടി ഉണ്ട്. അവരങ്ങനെ പറയട്ടെ, ഈ നറുറോട്ടിലൂടെ ഒരാൾ സമത്തയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് നടന്നാൽ, ഒരാൾ സമത്തയുടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടന്നാൽ എന്താ പ്രശ്നം? ഒരാൾ ഈ റോഡിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നടന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ വരുമെന്ന് ചോദിച്ചു ഷെയ്ഖുന. രസകരമായൊരു സംഭവം പറഞ്ഞു അദ്ദേഹം അന്ന് രസകരമായൊരു സംഭവം പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് കുതിരവട്ടത്ത് വന്നു. അദ്ദേഹം ചിത്തരോഗികളെ കണ്ടിങ്ങനെ നടക്കുകയാണ്, മാനസിക രോഗികളെ കണ്ടിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ കൊണ്ടു നടന്ന് കാണിച്ചത് ചാച്ചാ നെഹ്റുവാണ്, നെഹ്റുജിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുത്തു. ചില ഭ്രാന്തന്മാർ ചിരിച്ചു, ചിലർ കരഞ്ഞു, ചിലർ നിർവികാരരായി നിന്നു. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ രോഗം സുഖമായി വരുന്ന രോഗി പറഞ്ഞു,
അത് ഇവിടെ വരുമ്പോ എല്ലാവരും അങ്ങനെയാ പറയാ, പോകുമ്പോഴേക്ക് സുഖമായിക്കോളും എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സമുദായത്തിന്റെ കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ കേസ് കൂടണ്ട. ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, ഇവര് വേറിട്ടൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന രൂപീകരിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം എന്താണ്? ആദ്യമായി ചെയ്ത പ്രവർത്തനം അന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫെബ്രുവരി 18 മുഷാവറ തീരുമാനമെടുത്ത് 6 പേരെ പുറത്താക്കി. അതിന്റെ പിറ്റേ ദിവസമാണ് SSF-ൽ നിന്നും നമ്മൾ SKSSF-നെ വേർതിരിച്ചെടുത്തുകൊണ്ട് സത്യത്തിന്റെ ധ്വജം പിടിച്ചുകൊണ്ടൊരു സംഘടന മുന്നോട്ട് വരുന്നത്. ആലിമീങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ പിറ്റേ ദിവസം